റഹ്മാൻ കുഞ്ഞിപ്പമാരെ മറന്നു പോകരുത് കേട്ടോ. അറബി ഭാഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരു നിയമം വന്നപ്പോ 3 രക്തസാക്ഷികളെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമുദായം ലീഗ് കൊടുത്തതല്ല, സമുദായം കൊടുത്തതാണ്. അന്ന് സമുദായം എന്ന് പറയുന്നത്, ലീഗ് എന്ന് പറയുന്നത് സമുദായമായിരുന്നു. ഈ സമുദായത്തെ ലീഗാക്കി നിങ്ങൾ ശാന്തീകരിച്ച് മതിൽക്കെട്ടുകളിൽ നിങ്ങളാണ് ഈ പുതിയ തലമുറയാണ് സൃഷ്ടിച്ചത്. ആ തിരിച്ചറിവ് ഈ നാട്ടിലെ കാരണവന്മാർക്കുണ്ടാകണം. നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പാവം മജീദിന്റെ ഈ 3 സഹോദരന്മാരുടെ ഭാര്യമാർ വിധവകളായി, കുട്ടികൾ അനാഥരായി, അവർ പോയത്തക്കാരാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇന്നത്തെ തലമുറ പറയേണ്ടി വരും. നിങ്ങൾ നടന്നു വന്ന ചരിത്രത്തിന്റെ പഴയ തലമുറയിലേക്ക് തിരിഞ്ഞു നോക്കി മാത്രമേ NDF-ന് നേരെ കാര്യങ്ങൾ പറയാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കാരണവന്മാർ, 70% വരുന്നവർ ഇവിടുത്തെ ഒരു സംഘടനയുടെയും ആളുകളല്ലാത്ത നിഷ്പക്ഷമതികളായ സമുദായ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരോടാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആരെന്തൊക്കെ പറയട്ടെ, NDF സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു. NDF സമുദായത്തിന് വേണ്ടി, മുസ്ലിം ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കല്ലെറിയുന്നു, ഞങ്ങളെ തകർക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു, RSS പറയുന്നു, BJP പറയുന്നു, മുസ്ലിം സാമുദായിക സംഘടനകൾ പറയുന്നു. എല്ലാവരും കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് മുതലക്കുളത്ത് എല്ലാവരും കൂടി ഒറ്റയ്ക്ക് പലവരും നോക്കി മഹല്ലില് ഭാരവാഹിത്വം കൊടുക്കരുത്, പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കരുത്. എന്തൊക്കെ ബുദ്ധിമുട്ട്! അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ ഞങ്ങളെ ഒപ്പം കൂട്ടി, ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് കൈനീട്ടിയപ്പോ അകമൊഴിഞ്ഞ ആളുകൾ സഹായിച്ചു ഞങ്ങളെ. ഞങ്ങൾ പറയുന്ന കാര്യം ഹൃദയസ്പർശവും സമുദായ ടച്ചുമുള്ളത് കൊണ്ട് ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചു. ആ സ്വീകരണത്തിന്റെ ഭാഗം ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറയുമ്പോ അത് അംഗീകരിക്കുന്ന ഈ ജനതയോട് പറയട്ടെ, ഞങ്ങൾ വളരെ കൃത്യമായി ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷപാതിത്വമില്ലാതെ ഞങ്ങൾ ഇടപെടുന്നു. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടി കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ആരൊക്കെ നേരത്തെ പറഞ്ഞ പരസ്പരം സലാം ചെല്ലാത്തവർ, പരസ്പരം തുടരാത്തവർ, മുശ്രിക്കീങ്ങളാക്കുന്നവർ, ഇത് പുത്തൻ പ്രസ്ഥാനക്കാർ എന്നാരോപിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഇപ്പോ മുതലക്കുളത്ത് NDF-നെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോ പലവരും ഞങ്ങളെ ഒപ്പം കൂട്ടും എന്നിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം രചിക്കുവാൻ ഒഴുക്കിനെതിരെ നീറുന്നവർക്കേ കഴിയൂ. നാട്ടിലെ കാരണവന്മാർ ചിന്തിക്കുക. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോ അതിലെന്തോ രഹസ്യമുണ്ട്. ഇവന്മാർ നമ്മുടെ സമുദായത്തിന്റെ ഒന്നിച്ചു നടക്കേണ്ട പരിപാടികളിൽ മുഴുവനും ഭിന്നിപ്പും അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കിയവർ ഒരു കാര്യത്തിൽ ഒന്നിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പെരുന്നാള് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ആഘോഷിക്കുവാൻ ഇവർ നമ്മളെ അനുവദിപ്പിക്കുന്നില്ല. നമുക്കിടയിൽ വീട്ടിൽ, മഹല്ലിൽ, പള്ളികളിൽ ഭിന്നിപ്പ് അനൈക്യവും സൃഷ്ടിച്ച് മദ്രസകളിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി, പള്ളികളിൽ അടിപിടികൾ ഉണ്ടാക്കിയ ഇവർ NDF-നെ എതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സമുദായ വിരുദ്ധ ചേരികളെ, അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന, RSS-ന് വേണ്ടി വിടുവേല ചെയ്യുന്ന, മുസ്ലിം വിരുദ്ധ ചേരികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെ, അവരുടെ രൂപഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവയെ ഒറ്റപ്പെടുത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തിക്കൊണ്ട്, ഞങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ നോക്കിക്കാണണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. RSS-നെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് NDF. ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് അതാണ്. ആ ഭീകരവസ്തുവിനെ പ്രതിരോധിക്കണം. അതിന് ശക്തമായ പ്രതിരോധം നമ്മൾ സൃഷ്ടിച്ചെടുത്തേ പറ്റൂ. നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ആ മേഖലയിൽ ഉറച്ചു നിൽക്കുമ്പോ തീവ്രവാദികളും ഭീകരവാദികളുമായി ഞങ്ങൾ ആട്ടപ്പെട്ടു എന്ന് വന്നേക്കാം, ആട്ടിയോടിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ ഒരുപക്ഷേ ഫറോവ ചക്രവർത്തിയുടെ അഗ്നികുണ്ടാരം, നമ്രൂദിന്റെ അഗ്നികുണ്ടാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഫറോവയുടെ ക്രൂരമായ മർദ്ദനം പീഡിത ഇസ്രായേലി ജനവിഭാഗത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കയിലെ വൃത്തികെട്ട ഖുറൈശി പ്രമുഖരുടെ
ധിക്കാരപരമായ സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൗഹീദിന്റെ വചനവുമായി പ്രവാചക തിരുമേനി പ്രബോധന ദൗത്യം തുടങ്ങിയപ്പോ അവിടെ ഖുറൈശി പ്രമുഖരിൽ നിന്നും പ്രവാചക തിരുമേനിക്കും സച്ചരിതരായ സഹാബത്തിനും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ്, അതിന്റെ ഓരോ ആവർത്തനങ്ങളാണ്, ചരിത്രത്തിലെ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാർ ഞങ്ങളെ ജയിലിലടച്ചു എന്ന് വന്നേക്കാം. അതല്ലെങ്കിൽ RSSകാരാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വധിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഞങ്ങളുടെ ഭാര്യമാർ വിധവകളായിക്കൊള്ളട്ടെ, നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ പിഞ്ചോമന ഞങ്ങളുടെ മക്കൾ അനാഥകളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ പുത്രവിയോഗത്തിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊള്ളട്ടെ. എന്നാൽ പോലും രാജ്യത്തിനെതിരായി ഗാന്ധിജിയെ കൊന്ന് ബാബരിപ്പള്ളി തകർത്ത് ഒരുപാട് മുസ്ലിം കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം കൊടുത്ത് കന്യാസ്ത്രീകളെ ചുട്ടുകൊന്ന് ബലാത്കാരം ചെയ്ത് രാജ്യത്ത് ധിക്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന RSS എന്ന പ്രതിരോമ പിന്തിരിപ്പൻ പ്രതിരോമ ശക്തികളെ പ്രതിരോധിച്ച് മാത്രമേ NDF ദൗത്യത്തിൽ നിന്ന് പിന്തിരിയൂ, ഞങ്ങൾ ആ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, NDFന് വേണ്ടി, ഇവിടുത്തെ ഞങ്ങളെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെ മുമ്പിലും ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഗൂഢാലോചനകളോ നിഗൂഢതകളോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും അലയടിക്കുന്ന അലമാലകളെയും ഗർജിക്കുന്ന ഇടിമുഴക്കങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് NDF 14 വർഷം പിന്നിട്ടിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇതായി പക്ഷി പാറിപ്പോയിട്ടുണ്ട്. ഉന്നതങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും മാറിക്കളിക്കുന്ന നിർഭയത്വത്തോടുകൂടി മുസൽമാനും ദളിതനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് വരെ സമര പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും സഹായവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദ്യമായ ഭാഷയിൽ യാഥാർത്ഥ്യം എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.